സംഘർഷത്തിന് അയവില്ലാതെ മണിപ്പൂർ. ജിരിബാമിൽ മെയ്തേ യുവാവിനെ കുക്കികൾ തട്ടിക്കൊണ്ടുപോയി. അതേസമയം മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാത്ത MLA മാർക്ക് മുഖ്യമന്ത്രി നോട്ടീസ് അയച്ചു. മണിപ്പൂരിലെ ഇംഫാലിൽ നിന്ന് വിനീത വിജി തത്സമയം ചേരുന്നു. വിനീത, മണിപ്പൂരിൽ വിനീത സേഫാണ് എന്ന് കരുതുന്നു. എസ്കെൻ, തീർച്ചയായും മണിപ്പൂരിൽ ഞങ്ങളിവിടെ സുരക്ഷിതരായി തന്നെയാണ് ഇരിക്കുന്നത്. മറ്റ് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നമുക്കില്ല. പക്ഷേ മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഓരോ മണിക്കൂറും അത് വലിയ ആശങ്കയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വിവിധ ഇടങ്ങളിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ ഭരണതലത്തിൽ തന്നെ ചില പൊട്ടിത്തെറികൾ, അത്തരത്തിലേക്കുള്ള അമർശങ്ങളിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് 10 MLA-മാരുടെ ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുകയാണ്. അവർ ഏറ്റവും പ്രധാനമായി പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണ്. ഈ BJP-യുടെ കുക്കി MLA-മാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ഭിന്നിപ്പുണ്ടാക്കുന്നതും ഏകപക്ഷീയമായിട്ടുള്ള നടപടികൾ ആണെന്നാണ് ഈ MLA-മാരുടെ ഒരു വാദം. ഒപ്പം തന്നെ 13 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കൂടി ഈ അപ്സ പുനഃസ്ഥാപിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഈ 6 മേഖലകളിലാണ്, 6 പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് ഈ അപ്സ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ നിയമവിരുദ്ധമായിട്ടുള്ള സംഘടനകളിൽ നിന്നും ആയുധങ്ങൾ വീണ്ടെടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു സംഘടനയെ മാത്രം കേന്ദ്രീകരിക്കുക, അത്തരത്തിലേക്കുള്ള നടപടികളോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല എന്നാണ് ഈ കുക്കി MLA-മാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ മണിപ്പൂരിലെ മുഴുവൻ കൊലപാതകങ്ങളുടെയും അന്വേഷണം, അതിൻ്റെ ആ അന്വേഷണ ചുമതല NIA-ക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്തിടെ ജിരിബാമിലുണ്ടായ ചില കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള അന്വേഷണ ചുമതല NIA-ക്ക് കൈമാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ കൊലപാതകങ്ങളുടെയും അന്വേഷണ ചുമതല NIA-ക്ക് കൈമാറണമെന്ന് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നുള്ളതാണ്. ഇതിനാവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളണമെന്നും ഈ MLA-മാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എസ്കെ, ഓക്കെ, താങ്ക് യു. വിനീത വിജിയാണ് മണിപ്പൂരിലെ ഇംഫാലിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്.